ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് ചോക്ലേറ്റ് ബോൾസ് ആണ്. ഇത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് ചോക്ലേറ്റ് ഫ്ലേവറിലെ ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീം സെപ്പറേറ്റ്, ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. അതിന് നമുക്ക് 2 ബൗൾ എടുത്തിട്ട് ഒന്നിൽ ബിസ്ക്കറ്റും ഒന്നിൽ ക്രീമുമായിട്ട് മാറ്റിയെടുക്കാം. ഫുൾ ബിസ്ക്കറ്റിൻ്റെയും ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കാം. ഇത് ഫുള്ളും ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്രീം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നമുക്കിനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ച ഓറിയോ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കിനി കൈ കൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇതിലാവശ്യമെങ്കിൽ 1 ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് ഒന്നുകൂടെ നല്ലതുപോലെ കുഴച്ച് കൊടുക്കാം. നമ്മുടെ ഓറിയോ ഏകദേശം റെഡിയായിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മാറ്റിവെച്ച ക്രീമും ഇതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഈ ക്രീമിനെ ഇനി ചെറിയ ബോൾസുകളായി നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. നമുക്ക് മാറ്റിവെച്ച ഓറിയോയുടെ ഡോനെ നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുക്കാവുന്നതാണ്. നമ്മളിനി മാറ്റിവെച്ച ഓറിയോ ബോളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൻ്റെ സെൻറ്ററിലായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായി നമ്മൾ ബോളാക്കി മാറ്റിവെച്ച ക്രീമിൽ നിന്ന് ഒരു ക്രീം ബോൾ എടുത്ത് വെച്ച് ഇതിനെ അടച്ച് നമുക്ക് ബോൾസായി ഉരുട്ടിയെടുക്കാവുന്നതാണ്. മാറ്റിവെച്ച എല്ലാ ഓറിയോ ബോൾസിൻ്റെയും ഉള്ളിൽ ക്രീം വെച്ച് ഇതുപോലെ ബോൾസാക്കി നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് എടുക്കാം. ഇത് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആണ്. നമ്മളിനി മാറ്റിവെച്ച ഓറിയോ ബോൾസിൽ നിന്ന് ഒരു ബോൾ എടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഫില്ലാകുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് എല്ലാ ഓറിയോ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുകളിലായി ഗാർണിഷിനായി കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ബോൾസ് എല്ലാം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഓറിയോ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ചോക്ലേറ്റും ഉള്ളിൽ ആ ക്രീമൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.